ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ 3 ദിവസം കൊണ്ട് തന്നെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നു. പക്ഷെ അത് പൊളിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അത് നമ്മൾ ഇതിന് തൊട്ട് മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അനുമോള് വന്ന് ചോദിച്ച ഒരു ഒറ്റ ചോദ്യം, നിങ്ങൾ ഗ്രൂപ്പിസം കളിക്കാൻ വേണ്ടിയല്ലേ ഇവിടെ വന്നത് എന്നുള്ളത്, ആ ഒരു ഒറ്റ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരുമാതിരി റിയാലിറ്റി മനസ്സിലാക്കി കൊടുത്ത പോലെ ആയിപ്പോയി അപ്പാനിശരത്തിന്. അപ്പാനിശരത്ത് അവിടെ ഇരുന്ന് ഈ ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും അടച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുമാരുടെ ഒന്നും സപ്പോർട്ട് കൊണ്ടൊന്നും അല്ല ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത്, ഞാൻ ഈ 3 ദിവസം കൊണ്ട് എതിരാളിയായിട്ട് കണ്ട ഒരാളെ ഉള്ളൂ, അത് ഈ ഇരിക്കുന്ന ഈ അനീഷാണ്. ആരോടാണ് പറയുന്നത്? സംസാരിക്കാൻ പറ്റാത്ത എന്ന് വെച്ചാൽ ബിഗ് ബോസ് വാ മൂടിക്കെട്ടാൻ പറഞ്ഞിട്ടുള്ള ഷാനവാസിന്റെ അടുത്തും പിന്നെ കണ്ണ് മൂടിക്കെട്ടിയിട്ടുള്ള അക്ബറിന്റെ അടുത്ത് ആന കളിച്ച് മുട്ടുവേദന എടുത്തിരിക്കുന്ന ആര്യനും തൊട്ടപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇതൊക്കെ കേട്ടോണ്ട് എന്ത് പറയണോന്ന് പുള്ളിക്കും അറിയത്തില്ല. ബേസിക്കലി അനീഷിന്റെ അടുത്താണ് ഈ ഒരു വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീക്കെൻഡ് എപ്പിസോഡില് ഞാൻ ഈ പറയുന്ന രേണുസുതിക്കും ഷാരികയ്ക്കും സരികയ്ക്കും അനുമോൾക്കിട്ടും എല്ലാത്തിനിട്ടും ഞാൻ കൊടുക്കും, എണ്ണി ഞാൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരുന്ന് ഫുൾ ഡയലോഗ് അടിയാണ്. പെട്ടി പാക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ഭാര്യ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു അത്ര, ആരെയും വിശ്വസിക്കരുത്, ബിഗ് ബോസിന്റെ അകത്ത് കയറി ആരെയും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞു എന്ന്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വന്നത് ചേച്ചീനെയും അനീത്തിയും ലവറിനെയും ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും അല്ല, ഒന്നും പേഴ്സണലായിട്ട് എടുക്കല്ലേ, ഇതൊക്കെ ഒരു ഗെയിമല്ലേ, ഗെയിം സ്പിറ്റിൽ എടുക്കുക എന്നൊക്കെയാണ് അനീഷ് പറയുന്നത്. പക്ഷെ അപ്പാനുസരത്ത് അവിടെ ഇരുന്ന് പരാതി പറച്ചിലാണ്. പിന്നെ പറയുന്നുണ്ട്, പിന്നെ ഡയലോഗ് അടി, ഇനി എന്റെ നിലപാട് നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ അനീഷ് ബ്രോ വായും പൂട്ടിയിരി. വായും പൂട്ടി ഇരിന്ന് പറയുമ്പം അനീഷിന് സ്വാഭാവികമായിട്ട് ഇളകുമല്ലോ. അനീഷ് ഇപ്പൊ പറയുന്നുണ്ട്, എന്റെ വായ അടപ്പിക്കാൻ നീ ആയിട്ടില്ലടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുസരത്ത് അതിന് പറയുന്നത്, എന്റെ വായ അടപ്പിക്കാൻ ബ്രോയും ആയിട്ടൊന്നുമില്ല, ബ്രോ അവിടെ മിണ്ടായിരിക്കും. ഇപ്പൊ ബ്രോ എന്നൊക്കെയായി കേട്ടോ, എടാ പോടാന്നായിരുന്നു ഇന്ന് രാവിലെ വരെ, ഇപ്പോഴാണ് ബ്രോ ആയത്. ആ ഒരു 3 ദിവസം കാണാത്തൊരു റെസ്പെക്ട് ഒക്കെ ഇപ്പൊ കൊടുക്കാനായിട്ട് തുടങ്ങി. എന്താണ് ഈ ഒരു മാറ്റത്തിന് കാരണം എന്നുള്ളത് പ്രേക്ഷകര് കമന്റ് ഇടണം, എന്തായാലും കമന്റ് ഇടണം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.